അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ രാത്രിയാണ് ഇന്നത്തെ പരിപാടി, കുക്കിംഗ് ആണ്. നമ്മുടെ ചിക്കൻ്റെ കറി വെക്കാൻ പോവാണ്, വറുത്ത് വെക്കാൻ പോവാം. ഇതാണ് നമ്മുടെ ചിക്കൻ, ഏകദേശം ഒരു 5 കിലോ വരുന്ന ചിക്കൻ. അപ്പോൾ ചേട്ടയുടെ ചിക്കൻ കറി, വെറൈറ്റി ചിക്കൻ കറി എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആളിത് എവിടെ നിന്ന് പാത്രം കഴുകുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെട്ടമൊക്കെ ചേട്ടായി വന്നപ്പോൾ ഇട്ട് തന്നു, അതുകൊണ്ട് ഒരുപാട് ഉപകാരമായി. നമുക്ക് പേടിക്കാണ്ട് ഇതിന് പുറത്തേക്ക് ഇറങ്ങാം. ഞാനൊക്കെ ഇവിടെ പുറത്തേക്ക് ഇപ്പോൾ രാത്രി ഇറങ്ങി പേടിച്ച് ഓടി തിരിച്ചു കയറലാണ് പതിവ്. ഹായ്. നല്ല പണിയാണ് കേട്ടോ. നല്ല പണി ചെയ്താട്ടോ. അപ്പോൾ ഞാനും ചേട്ടാ അങ്ങനെ കറി വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങൾ കറി വെക്കട്ടെ. നമ്മൾ നമ്മുടെ അടുപ്പിലാണ് വെക്കാൻ പോകുന്നത്. ജസ്റ്റ് ഞാനാട്ടോ. ഫൈനലി ഞാൻ കത്തിച്ചായിരിക്കുന്നു ഗായ്സ്. ഞാൻ കത്തിക്കോളൂ. ഡാലിയത്തിൻ്റെ പാത്രത്തിലാണ് വറുത്തെടുക്കാൻ പോകുന്നത്. ഇവിടെ സ്പേസ് ഇല്ലാട്ടോ നമ്മുടെ അടുക്കളയിൽ, അതുകൊണ്ട് പുറകോട്ട് നിന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതെ, തീ കത്തി വരട്ടെ. എണ്ണ ഒഴിച്ചേക്കുവാണ്. ഇപ്പം എണ്ണ ഒഴിച്ചപ്പോൾ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അത് തന്നെ, കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഒരു നമ്മൾ കറി ഒരു ഫങ്ഷന് വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മൾ വറുത്തെടുക്കുന്നത്. നമ്മൾ സാധാരണ ഇവിടെ കറി വെക്കുന്നത് ജസ്റ്റ് ചുമ്മാ വേവിച്ചിട്ടാണ് കറി, അതായത് ചുമ്മാ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് വെച്ച് വേവിക്കും. ഇതിപ്പോൾ വറുത്ത് പോരുന്നത് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് വറുത്ത് പോരാൻ വേണ്ടിയിട്ടുള്ള എണ്ണയാണിത് കേട്ടോ. എന്തായാലും നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമുക്ക് പറക്കി പറക്കി എന്ത് കേട്ടാ അതിൻ്റെ അകത്തിട്ടെ കളറൊക്കെ ചേർത്ത്, കളർന്ന് നമ്മുടെ കാശ്മീരി ചില്ലി, നമ്മുടെ മെയിൻ സാധനം. ഇച്ചിരി ഉപ്പും അല്ലേ, മഞ്ഞപ്പൊടി ഇട്ടോ കേട്ടെ. നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്ത് കുറച്ചെടുത്ത് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന കരടും ഞങ്ങള് ചെറിയൊരു കറി വെച്ച് കഴിച്ചു കേട്ടോ. അതെ, ഇതിൻ്റെ കൂടെ കുറച്ച് കറുവേപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കറുവേപ്പില എടുക്കുന്നുണ്ട്. ആണോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ചിലപ്പോൾ കറുവേപ്പില ഇട്ടതായിരിക്കും. 2:45 കേട്ടോ. അപ്പോൾ ഇവിടെ 2 പേര് ചേച്ചി എണീറ്റിട്ടുണ്ട്. ചേട്ടായിതേ ഞാൻ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടായിതേ കോഴിക്കറി അങ്ങ് വെച്ചിട്ടോ, മല്ലിയിലൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. നല്ല കളർ. ഇനി ഇത് തിളച്ച് നല്ല ഗ്രേവിയൊക്കെ സെറ്റായി അടിപൊളി. അതെ അതെ. അപ്പം നാളത്തെ വിശേഷം വിശദമായിട്ട് ഇതൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുമായിരുന്നു. ഇല്ല, ഞാൻ എഡിറ്റ് ചെയ്യുമായിരുന്നു. നന്നായിട്ട് തിളക്കണം കേട്ടോ. പക്ഷെ അത് സ്പെഷ്യൽ നിങ്ങൾക്ക് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. ഇനി ഒരു പ്രാവശ്യം ആട്ടെ കേട്ടോ. അതെ അതെ. അപ്പം എന്തായാലും നാളത്തെ വിശേഷം നമുക്ക് കാണാം. അപ്പം അത് കഴിക്കുന്നതും എന്താണ് കാര്യങ്ങളൊക്കെ കാണിക്കാം. അതെ, കുട്ടിയൊക്കെ കഴിച്ച് സെറ്റപ്പ് ആക്കും. അപ്പോൾ നല്ല ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വാങ്ങി വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗായ്സ്. അതെ, അപ്പോൾ നമ്മുടെ കുഞ്ഞിന് ചെറിയ മൂക്കടപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെ, 1:30 തീർത്ത് പരിപാടിയെല്ലാം തീർത്ത് വെച്ചു. ഇടാൻ വേണ്ടിയിട്ട് കറി രാവിലെ ഈ പാത്രത്തിൽ നിന്ന് ഇതിലേക്ക് പകർത്തിയെടുക്കും കേട്ടോ. ഇതിന് മൂടി ഉണ്ടായിരുന്നു, ഇതങ്ങ് അങ്ങനെ കൊണ്ടുവച്ചാൽ മതിയായിരുന്നു അല്ലേ.
അതിന് മുടിയെടുത്തല്ല അല്ല ഇതിനെ അത് തന്നെ ഇതിന് മൂടി ഉണ്ടായിരുന്നു. ഇത് അങ്ങനെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. അവിടെ ചെന്ന് കഴുകി പറിക്കാൻ അതിന് മൂടിയില്ല കൊണ്ടുപോകാനായിട്ട്. അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രാവിലെ ഈ ചട്ടിയിലിട്ട് പിടിക്കും കേട്ടോ ചോറ്. നമ്മുടെ സംഭൂസ് ഇന്നലെ കിടന്ന് ഉറക്കി തന്നു തന്നെയാണ് വലിയ ഭാഗ്യം. പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. വാതിലൊക്കെ പൂട്ടി പോട്ടെ. എല്ലാവരും ഇതേ അവിടെ ഉണ്ട് കേട്ടോ. അയ്യോ ഞങ്ങൾ രാവിലെ പോണേ. ഇന്നലെ ഉറങ്ങി താമസിച്ച് എണീറ്റ് നേരത്തെ എണീറ്റ്. എൻ്റെ ഉറക്കക്ഷീണമുണ്ട്. നമ്മുടെ റോയി ചേട്ടൻ്റെ ഓട്ടോയാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അപ്പം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അപ്പത്തിന് 6 രൂപ ഉണ്ട്. അതൊരു വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അപ്പമൊക്കെ വാങ്ങി ശേഷം ഇവിടെ ചേട്ടായി ബീഫ് വാങ്ങാനായിട്ട് രാജക്കാട് ഇറങ്ങി. നമ്മുടെ അന്നക്കുട്ടിയമ്മയും ചാച്ചിയമ്മയൊക്കെ ബീഫ് കൂട്ടു, കോഴിയൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് മാത്രമായിട്ട് വാങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിയ ശേഷം നമ്മൾ നേരെ വീട്ടിൽ ചെല്ലാണ്. വീട്ടിൽ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബാക്കി. അപ്പോൾ ഇതേ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇനി പരിപാടി എന്താണ് അവിടെ പരിപാടി? നമ്മൾ അപ്പം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നത് നമുക്കൊന്ന് കണ്ടിച്ചു. അതെ, ബാബു മസ്തിരിയുടെ വലിയ മേടിച്ചത്. അപ്പൊ നമുക്ക് പൊട്ടിച്ചു നോക്കാം കേട്ടോ. ഇവിടെ നമ്മളെന്നെ ചെയ്യാനുള്ള സാമ്പാറും അപ്പം റെഡിയാക്കിയാൽ പോരെ. അപ്പൊ ഞാൻ അടിച്ചു വരി തുടയ്ക്കാം. ചേച്ചി കറി ഉണ്ടാക്കിക്കോ. അപ്പം നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അടിപൊളിയാണ്. നമ്മളൊന്നും മേടിക്കുന്നില്ല, വലിയ അപ്പം. അതെ, അപ്പം അല്ല അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു പാലപ്പമാണ്. ഇതിന് 6 രൂപയുള്ളൂ കേട്ടോ. ഇവിടെ 6 രൂപ അപ്പമാണ്. അപ്പം നമുക്കിത് ആദ്യക്ക് പൊന്നിനും കൊടുത്ത് ഉദ്ഘാടനം ചെയ്യാം. രണ്ടുപേരും എന്തേ നിർത്തണം മതി. അപ്പോൾ ചേച്ചി അവിടെ ബീഫ് കറി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര തിരക്കില്ല. രാവിലെ ദേ ബീഫൊക്കെ സെറ്റായി വരുവാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വേഗം പണിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് എന്താണ് പൊന്നു വിശേഷം എന്ന് പറ. ഇനി വിശേഷിച്ചെന്നല്ല, ഇന്ന് എന്തിനാ നമ്മൾ ഇറച്ചിയൊക്കെ വെച്ചേ? അപ്പോൾ നമ്മുടെ പൊന്നൂൻ്റെയൊക്കെ വീട്ടിൽ പാല് കാച്ചലാണ്. അപ്പം അച്ഛനൊക്കെ വരും, പ്രാർത്ഥിക്കും. എടാ മരിയക്കിരി ആദ്യം വീഴുവേ. അപ്പോൾ ഞങ്ങളിത് കുഞ്ഞിനുണ്ട്. കുഞ്ഞിന് ഇന്നലെ ചെറിയ ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒക്കെ സെറ്റായി വന്നു കുഞ്ഞൻ. അപ്പോൾ എന്തായാലും വേഗം പണിയൊക്കെ തീർത്തിട്ട് നമുക്ക് ബാക്കി കാണാം. ദൈവമേ, സഹോദരങ്ങളെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാകുന്നല്ലോ. ഈ സ്വീകരണ മുറിയിൽ വെച്ചുള്ള എല്ലാ സംഭാഷണങ്ങളും ഇടപാടുകളും അവിടത്തേക്ക് മഹത്വം വരുത്തുന്നവയും പ്രസാദകരവുമായിരിക്കേണ്ടതിന് അതിഥികളെയും ആതിഥേയരെയും തിരുസാന്നിധ്യത്താൽ ശുദ്ധീകരിക്കണമേ. അന്യോന്യമുള്ള വിശ്വസ്തയിൽ നിലനിൽക്കുവാനും സ്നേഹബന്ധത്തിൽ വളരുവാനും കൂട്ടായ്മയിൽ ബലപ്പെടുവാനും പരസ്പര അഭിവൃദ്ധിപ്പെടുത്തുവാനും അവിടുത്തെ ദാസനെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ചേച്ചിയും ചേട്ടനും ഒക്കെ CSI പള്ളിയിലാണ് പോകുന്നത്. അവിടുന്ന് അച്ഛനും സാറും വന്നിട്ടുണ്ടായിരുന്നു വീട് വെഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അധികം ആളുകളെയൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ചേച്ചിയുടെ പപ്പയുടെ പെങ്ങളാണ്. ആൻറ്റി മാത്രമല്ല, പിന്നെ വേറൊരു പെങ്ങളും കൂടെ ഉണ്ട്. അങ്ങനെ അവർ രണ്ടുപേരുമാണ് വന്നത്. പിന്നെ ചാച്ചിയമ്മ, പിള്ളേർ, അന്നക്കുട്ടിയമ്മ, ഞാൻ, അങ്ങനെ ചേച്ചിയും ചേട്ടനും അവർ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഏലിക്കുട്ടിയമ്മയും ലിതിമോളൊക്കെ വൈകുന്നേരം വരാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്തത് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇപ്പുറം നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത്. അപ്പം തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്നത്. തങ്കും ഉണ്ണിയും എത്തിയിട്ടുണ്ട് കേട്ടോ. യെസ്. അപ്പോൾ വന്നിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കണം. ചായയും അപ്പവും ചിക്കനും ബീഫൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാനും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു. അപ്പോൾ ഞാനും ചായയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. എല്ലാവരും ഉണ്ട് കേട്ടോ.
അപ്പം അച്ഛനൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെ പരിപാടിയാണ്, തീ പിടിപ്പിക്കാൻ പോവാ ഞങ്ങളുടെ പച്ചയായ മനുഷ്യൻ. ആ പൊന്നൂനെ കാണിക്കാൻ. ഞങ്ങളെ വീട്ടിൽ വന്നേ. സന്തോഷം. ഉറങ്ങണ്ടേ ചെക്കൻ അവിടെ ഇറങ്ങിക്കോട്ടെങ്കിൽ ബാ. എവിടേക്ക് കിടക്കുന്ന ഞാൻ കണ്ടല്ലോ. അവിടെ ഇല്ല. അടുപ്പിൽ തീ പിടിപ്പിച്ചു കേട്ടോ. അപ്പൊ ഈ ഇതെല്ലാം ഹരിതാറമ്മസേനക്ക് കൊടുക്കാട്ടേക്കുന്നതാണോ? ആ അതൊക്കെ എടുത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നെ കുഞ്ഞേച്ചിയുടെ ആങ്ങള വന്നിട്ടുണ്ടായിരുന്നു, നിജോ ചേട്ടാ. കുറേ മാങ്ങപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചെത്തിയിട്ട് അമ്മ ചെത്തിത്തരും. ചെത്തിട്ട് ചിലപ്പോ പുഴു കാണൂടാ. ഇതിലൂടാ ഞങ്ങള് കപ്പളങ്ങ പറിക്കാൻ പോകട്ടോ. അപ്പൊ ഞങ്ങള് കപ്പളങ്ങ പറിക്കാനായിട്ട് പോകട്ടോ. അവിടെയല്ല പഴം പറിക്കണം, പഴം. ആ പൊന്നൂന്റെ കാറുകളായി മേളിൽ കയറി. എടാ പിന്നെ ഞാൻ ചാറ്റ് പിടിക്കാം. ഇങ്ങോട്ട് മാറിക്ക് പിള്ളേര് നോക്കിയിട്ട്. കമ്പൈ കത്തി 2 പീസ്. എന്തെങ്കിലും കടിച്ചു നോക്കിയടാ? ഇല്ല നല്ലതാ. മറന്നു ഇത് കണ്ടോ? ഓർമ്മയുണ്ട്. അതേതാ? അന്ന് കളഞ്ഞേരാ. കൊള്ളൂല കൊത്തിക്ക് കൊള്ളൂല. കള പഴുക്കാറായോ? പഠിപ്പിക്കാം, വെച്ച് പഠിപ്പിക്കാം. ഇന്നലെ ഒന്ന് കൊത്ത് പറക്കണ്ടായിരുന്നു കേട്ടോ. പൊന്നു ഇങ്ങോട്ട് നീങ്ങുവാ. പൊന്നു ഇതെന്നെ വീഴാതെ. ആ കൊള്ളൂലടാ. കൊള്ളൂല കേട്ടോ. അത് ഒരെണ്ണം പഴുത്തില്ല ശരിക്കും. പിന്നെ ഇല്ലടാ കൊള്ളൂല. പഴുത്തിട്ട് ഇച്ചിരിയോടെ ആയിട്ട് പറിക്കാം. ആ ചീത്ത കൊത്തി അതിൻ്റെ അകത്ത്. ഈ മരത്തിൽ പഴമില്ല. ഈ മരത്തില് പഴമില്ല കേട്ടോ. നമ്മളതുകൊണ്ട് പഴം കിട്ടാത്തോണ്ട് ഇറങ്ങി പോവാ. ഇല്ല അതിൻ്റെ അകത്ത് കടിച്ച് ഇല്ല. അതിൻ്റെ അകത്ത് പറിച്ചു വെച്ച് കടിച്ച് അതിൻ്റെ അകത്ത് കളഞ്ഞത്. മൂത്തല്ല പഴുത്ത് നിന്നിട്ട്. പക്ഷെ എന്തോ കടിച്ചു വെച്ചേക്കോ. ഇന്നലെ പറക്കണ്ടായിരുന്നു. എന്ത് തരാൻ പോവാ? കരിവേപ്പുണ്ട് മക്കളൊക്കെ. പൊന്നൂര് ഹായ് പറഞ്ഞേ. അയ്യപ്പയ്യ ഒത്തിരി ഷേക്ക് ചെയ്യരുത്. മുള്ളു കൊണ്ട പൊരുത്തി ഒന്നൂടെ പഠിക്കും. പൊന്നു പാട്ടിക്കേ പാട്ട് പാട്. കണ്ണാടിന്റെ കല്ല് വീണപ്പോ കറങ്ങുന്നവട്ടത് കണ്ണീരല്ല അവളല്ല കേട്ടത്, കടയല്ല കടലല്ല കേട്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ കടലിന്റെ
എങ്ങോട്ടാടാ? വേണ്ട മോനെ, അവിടെ ഇറങ്ങത്തില്ല. പറയതാരാ പറയണേ? ഇതാണ് എന്റെ പപ്പ. എൻ്റെ ആങ്ങളെയാണ് കേട്ടോ, നമ്മുടെ നിൻസി കുഞ്ഞേച്ചിയുടെ ഒരേ ഒരു ആങ്ങളെ, ഉമ്മാരുടെ പപ്പ. അതെ, കുഞ്ഞനുണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ കൊച്ചിനെ എനിക്ക് എപ്പോഴും കാണുമ്പോൾ കുബേരല്ല ദിലീപിനെ ഓർമ്മ തന്നെ. ഇവൻ അപ്പൊ അന്ന് മാതിരി ഓർക്കും ഇങ്ങനെയൊക്കെ കാണിച്ച്. അന്ന് അവനാണേലും സങ്കടമല്ലേ. അവൻ അപ്പനെ പിരിഞ്ഞ് നിക്കുവോ അമ്മേ? ഉണ്ണി പൊക്കോ തങ്കു നിക്കാൻ അവൻ അപ്പനെ പിരിഞ്ഞ് നിക്കുവോ? വന്നിട്ടുണ്ട് കേട്ടോ. പോവണ്ടെന്ന് പറഞ്ഞതാ, തന്നെ പോവണ്ടേന്ന് വെച്ചു. അത് കഴുകിയിരുന്ന ഇപ്പൊ നല്ല കാറ്റത്ത് ഉണങ്ങിക്കോളും. മേളിലല്ലേ ചേച്ചി സൈഡിൽ സാരില്ല. എല്ലാരും ഇപ്പഴല്ലേ പറ്റുള്ളൂ, പിന്നെ നമ്മളെല്ലാരും അമ്മ ഇന്നലെ അടുത്തിട്ട് 2 പേർക്ക് കയറിപ്പോന്ന് ഇട്ടിട്ട് പോയേക്കുന്ന അമ്മ എന്ത് മറ്റേ അവനെന്ത് തങ്കു എന്ത് അവൻ പോയി ഉണ്ണി നിന്നു. വന്നു. യെസ് ലിതിയമ്മ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണോ? വീട്ടിൽ പോയില്ല നീ വീട്ടിൽ പോയായിരുന്നോ? ആ കുഴപ്പമില്ല, നമുക്ക് മേടിക്കാം, ഗുളിക മേടിക്കാം. പറഞ്ഞായിരുന്നല്ലോ ഞാൻ. സാരമില്ല, ഇതിൻ്റെ തന്നെ എടി ഒന്നും മേടിച്ചില്ല പൊന്നെ, എന്റെ പൈസ ഇല്ലായിരുന്നു. ഒരു സാധനം മേടിച്ചിട്ടില്ല. അപ്പൊ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഞാനും ചേട്ടായും കൂടെ ഒന്ന് കടയിൽ പോകാന്ന് വിചാരിച്ചിരിക്കും. ഞാനും ചേട്ടായും കൂടെ അതേ കടയ്ക്ക് പോട്ടോ. ഹായ്. അതെ, പിള്ളേർ ഫുട്ബോൾ കളിയൊക്കെ ആട്ടോ. കണ്ണയില വാങ്ങി കേട്ടോ. ആ പുരയുടെ കണ്ണയില നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ചെമ്മീൻ എവിടെ? ആ അത് വേണ്ട. അപ്പോൾ നമ്മൾ കുറച്ച് മീനും അതുപോലെ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി പോവാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് ഒരു തൊട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ചെന്നിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യണം. നമ്മുടെ കുഞ്ഞിനുള്ള തൊട്ടിലെത്തിയിട്ടുണ്ട്. അൺബോക്സ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. എന്നിട്ട് നല്ല നല്ല റിട്ടേൺ ചെയ്യേണ്ടി വരും. ഓൺലൈനിൽ വരുത്തിയത് നോക്കാം നമുക്ക്. 1260 രൂപയായിട്ടുള്ളൂ. പിന്നെ വണ്ടിക്കൂലിയും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ വരത്തില്ല ഇത്രയും വലിയ സാധനം. ആ 500 രൂപയോ? ആ ശരി, 500 വണ്ടിക്കൂലി ആയിട്ടാ. അപ്പം നമ്മുടെ ലിതിമോളാണ് കേട്ടോ ഘടനകൾ. അതെ, അതോടുകൂടി ഒടിഞ്ഞ് തിരിച്ചയക്കണ. കുഞ്ഞിനതേ അടിപൊളി സാധനം വന്നിട്ടില്ല. അല്ല എടുത്ത് നോക്കാം, അപ്പം അറിയാലോ വീലിൻ്റെ ഇതൊക്കെ. വാവ്, നമുക്ക് നോക്കാം വീലൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത്. ഈ പൊന്നൂന് ഇങ്ങനെയൊന്നും കിട്ടില്ല. ഉണ്ടായിരുന്നു പൊന്നൂന്. അവിടുന്ന് എത്ര 1500 കൊടുത്തു. പയ്യെ മോനെ അത് കളിപ്പാട്ടം അല്ലപ്പാ, കുഞ്ഞിന്റെ തൊട്ടിയുടെ സാധനങ്ങളൊക്കെ. അത് കണ്ടിട്ട് നോക്കാം. അതല്ലേ ചേച്ചിന് വേണ്ടി ബർത്ത്ഡേക്ക് പോയില്ലേ, കുറേ സമ്മാനം കൊണ്ടേ. എന്നിട്ട് ഇവിടെ എന്നോട് പയ്യെ വന്നു, നമ്മുടെ കുഞ്ഞിനും ബർത്ത്ഡേ വെക്കണം കേട്ടോ, ഇതുപോലെ സമ്മാനം പൊട്ടിക്കണത്. ഇത് മേൽഭാഗമാണോ? ഇതെന്താ ഇത് മേൽഭാഗം? ഇതിന്റെ പരിപാടി ഒന്നും അറിയില്ല കേട്ടോ. അയച്ചു വിടും ചിലപ്പെങ്കിൽ. കുഴപ്പമില്ല കേട്ടോ, അടിപൊളി കേട്ടോ. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ കുഞ്ച, അതെ
കുഴപ്പമില്ല, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. റേറ്റിന് പറ്റിയതാണ്, ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല. കിടത്തി നോക്കിയെന്നെ മാർക്കേടാതി കുഞ്ഞാവനെ കിടത്തി നോക്കട്ടെടാ. നമ്മുടെ ചെക്കൻ പുതിയ വീട്ടിലേക്ക് കിടക്ക് കുഞ്ഞിന്റെ തൊട്ടിയില്. അമ്പോ പയ്യെ പയ്യെ അമ്പോ അത് വേണ്ട പിന്നെ കൊതുക് കിടന്നുറങ്ങാൻ നേരത്തെ തിട്ടാ മതി. ഒരു തല കൊച്ച കുഞ്ഞനെ അത് കിടന്നു, അതിനൊരു പ്രശ്നമല്ല കുഞ്ഞനെ. അങ്ങനെ നമ്മുടെ കുഞ്ഞിനുള്ള തൊട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പം ആളങ്ങ് ഉഷാറായിട്ടോ. ആൾക്ക് ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടം, ആരും എടുത്തുകൊണ്ട് നടക്കുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഇത് ഞാൻ 2-3 ദിവസം മുന്നെയാണ് എഡിറ്റ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, അതുപോലെയൊക്കെ ആയപ്പോൾ പിന്നെ ഇടാൻ തോന്നില്ല, പിന്നെ അങ്ങ് ഇട്ടു ഞാൻ വീഡിയോ. അപ്പോൾ ഇത് ഒരുപാട് പേര് സപ്പോർട്ട്, എനിക്ക് പറയാൻ വാക്കുകളില്ല. കമൻറ്റുകളായിട്ട് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു, എൻ്റെ ഒപ്പം നിന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഡെയിലി വീഡിയോ ഇടാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കൂടെ കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ സ്റ്റോക്കൊക്കെ തീർന്നു, പിന്നെ ഞാൻ ഇനി പുതിയ വീഡിയോകൾ എടുത്തു തുടങ്ങണം. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ജോലി കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്, എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ഇട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.